നൂറേ ഹബീബിനെ കാക്കണേ അല്ലാ. ആളുകളെ പറ്റിക്കാൻ എന്തൊക്കെ നാടകമാണ് ഇദ്ദേഹം കളിക്കണമെന്ന് അറിയോ? പറ്റിച്ചോട്ടെ, കുഴപ്പമില്ല, അത് ഇസ്ലാമിൻ്റെ പേരിലാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു, എല്ലാവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കേസ് കൊടുക്കേണ്ടി വരുന്നത് അറിയോ? നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് നിങ്ങൾ കേസ് കൊടുത്തോളി. പക്ഷേ ഇസ്ലാം അതൊരു മാന്യമായിട്ടുള്ളൊരു മതമാണ്. ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആളുകളെ വഞ്ചിക്കുന്ന കാര്യം, ആ മതത്തിന് പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ മതത്തിന് യോജിക്കാത്ത കാര്യം ചെയ്യുമ്പോഴാണ് വഞ്ചന എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ഈ ഇന്ത്യൻ്റെ നിയമപ്രകാരമോ കേരളത്തിൻ്റെ നിയമപ്രകാരമോ എന്താണെന്നുള്ള ആരുടെയും വിഷയം. ഇസ്ലാമിനെതിരെ നിങ്ങൾ കാണിച്ചിട്ട് ഇസ്ലാമിന് പേരുദോഷം നിങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കലും നിങ്ങളെ കാര്യങ്ങളും അത് നിങ്ങളെ പേഴ്സണലായിട്ട് പറയുന്നത് കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. അല്ലാതെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇസ്ലാമിനെ വികലമാക്കുക എന്നൊക്കെ പറയാലോ. അങ്ങനെ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വക്താക്കൾ മുസ്ലിമായ മനുഷ്യന്മാരെ എതിർക്കും. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഗൗസുൽ ആലമിൻ്റെ മദ്ഹ് നൽകല്ല എന്ന് നിങ്ങൾ നീട്ടി പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നുണ്ടോ? എന്താപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണത്? നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. മടവൂർ ഷെയ്ഖുനയുടെ കാവല് നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ്, ഒരു സംശയവും കേട്ടോ. കാരണം മടവൂർ കാഫില എന്നും പറഞ്ഞിട്ട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് മടവൂരിൻ്റെ കറാമത്ത് ചോദിച്ചും അന്വേഷിച്ചും നടന്ന് അതുകൊണ്ട് നടക്കുന്ന ആളുടെ ഭാര്യ ഇന്നിപ്പോൾ പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട്. ആ സമയത്ത് മടവൂർ എന്ത് ചെയ്തിട്ടില്ല, രക്ഷിച്ചിട്ടില്ല. മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്, എല്ലാം ചെയ്യുന്നത് മടവൂരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ മടവൂരിൻ്റെ കാവലാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത്, അതും അള്ളാഹിനോട്. ഈ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള പൊട്ടത്തരം പോലും ചിന്തിക്കണില്ല. അള്ളാഹുവിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ഷിർക്ക്. ആ ഷിർക്കും കൂടി എന്ത് ചെയ്യണം, അള്ളാഹിനും കൂടി കൂട്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കാണാം ആ വാർത്ത, മടവൂർ ഷെയ്ഖിനുടെ കറാമത്തും ആ കാവലും എന്താണെന്നുള്ളത് ഒരു വാർത്തയിലൂടെ തന്നെ നമുക്ക് കാണാം. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ 35-കാരി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. 5ാമത്തെ പ്രസവത്തിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ മരിച്ചത്. സംസ്കരിക്കുന്നതിനായി ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിച്ചുവെങ്കിലും പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായി. ഈ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സിറാജുദ്ദീനാണ്, അഥവാ മടവൂർ കാഫില നിയന്ത്രിക്കുന്ന സിറാജുദ്ദീൻ. അവനാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. അവന്റെ ഭാര്യ മരിച്ചപ്പോൾ മടവൂർ കാഫില കൊണ്ട് നടക്കുന്ന ആളായിട്ട് പോലും മടവൂർ യുവതിയുടെ 5ാമത്തെ പ്രസവം ഇന്നലെ നടന്നത്. വൈകുന്നേരം 5 മണിയോടെ ആൺകുട്ടി ജനിച്ചെന്ന വിവരം അസ്മയുടെ വീട്ടുകാരെ ഭർത്താവ് സിറാജുദ്ദീൻ അറിയിച്ചു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതോടെ 9 മണിയോടെ അസ്മയുടെ മരണം സംഭവിച്ചു. പിന്നാലെ ആംബുലൻസിൽ മൃതദേഹം കയറ്റി പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ച് സംസ്കരിക്കാനുള്ള നീക്കമായിരുന്നു സിറാജുദ്ദീൻ നടത്തിയത്. യാത്രാമധ്യയാണ് അസ്മയുടെ ബന്ധുക്കളോട് പോലും മരണവിവരം അറിയിച്ചത്. ഈ മടവൂർ ഷെയ്ഖിൻ്റെ കാവലേകല്ല എന്നാണ് നമ്മളെ ആമിദ് കാക്കായി പാടിയത്. ഈ ആമിദ് കാക്കായി പാടുന്നതും പ്രവർത്തിക്കുന്നതും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് ഇവിടെയുള്ള യൂട്യൂബർമാരും ഇവിടുത്തെ സമസ്തക്കാരും പറയണത്. ഈ സമസ്തക്കാരെന്തോ പറയട്ടെ, ഇവിടെയുള്ള യൂട്യൂബർമാർ പറയുന്നത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയണത്. അതാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നതും. അതിന് ഇയാൾ കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുക, അതല്ലാതൊരു മാർഗവുമില്ല.